ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ വാക്പോരിനെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സന്ദർശിക്കും. മഹാകുംഭമേളയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് കിരീടം. പാലക്കാട് കല്ലടിക്കോടിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 മരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. യൂറോപ്യൻ യൂണിയനുമായി സന്തുലിതവും സമഗ്രവും പരസ്പരം പ്രയോജനകരവുമായ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ വാക്പോരിനെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അഴിമതി, കോൺഗ്രസ് നേതാക്കളും US ആസ്ഥാനമായ സാറോസ് ഫൗണ്ടേഷൻ എന്നീ വിഷയങ്ങളും ഉയർത്തിയായിരുന്നു ബഹളം. സഭ ആദ്യം നിർത്തിവച്ച ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോഴും ഇരുപക്ഷത്തു നിന്നും മുദ്രാവാക്യം വിളി ഉയർന്നു. സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സഭാധ്യക്ഷൻ ശ്രമിച്ചപ്പോൾ ശ്രീ ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനെ JDS നേതാവ് HD ദേവഗൌഡ വിമർശിച്ചു. എന്നാൽ സഭാധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. തുടർന്ന് ബഹളം അധികരിക്കുകയും സഭ ഇന്നത്തേക്ക് പിരിയുകയുമായിരുന്നു. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ 2024 ലോക്സഭ പരിഗണനയ്ക്കെടുത്തു. 2005 ദുരന്ത നിവാരണ ചട്ടം ഭേദഗതി ചെയ്യുകയും ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ അതോറിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയുമാണ് ലക്ഷ്യം. ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ അതോറിറ്റികൾക്ക് ദേശീയ സംസ്ഥാന തലങ്ങളിൽ പദ്ധതി തയ്യാറാക്കാൻ ബിൽ അധികാരം നൽകുന്നു. സംസ്ഥാന തലങ്ങൾക്കും നഗരങ്ങൾക്കും പ്രത്യേക ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകാനും വ്യവസ്ഥയുണ്ട്. MSME ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംരംഭങ്ങളുടെ എണ്ണം ഈ വർഷം 5.60 കോടിയായി ഉയർന്നു. നവംബർ 30 വരെയുള്ള കണക്കാണിത്. ഇത് 2023 മാർച്ച് 31 1.65 കോടിയായിരുന്നു. ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ മന്ത്രി ജിതിൻ റാം മാഞ്ചിയാണ് ഇത് പറഞ്ഞത്. ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീ സംരംഭകരുടെ എണ്ണം 2,19,00,000-ലധികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന 2.0 പ്രകാരം 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 1.6 കോടി പാചകവാതക കണക്ഷനുകൾ നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി. 2025-26 നേടേണ്ട ലക്ഷ്യമാണ് കഴിഞ്ഞ ജൂലൈയിൽ നേടിയതെന്ന് ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉടനീളമുള്ള പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകൾക്ക് നിക്ഷേപമില്ലാതെ സൗജന്യ LPG കണക്ഷൻ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് 2016 മെയ് മാസത്തിൽ ഉജ്ജ്വല ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വാഹന അപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി രാജ്യത്ത് ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. നിലവിൽ 6 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഉടൻ രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. कैशलेस ट्रीटमेंट की स्कीम लाई है. इसमें जो व्हीकल इंश्योरेंस होगा उसमें 7 दिन तक का खर्चा या 1.5 लाख रुपए, इसमें से जो भी होगा उतना 1.5 लाख रुपए तक वो उनको तुरंत मिल जाएगा. पायलट प्रोजेक्ट के रूप में आसाम, चंडीगढ़, पंजाब, उत्तराखंड, हरियाणा और पांडिचेरी यहाँ स्कीम शुरू हो गई और अभी मैक्सिमम ट्रीटमेंट अमाउंट जो है वो केवल 1,25,000 रुपए तक देनी पड़ी है और अगले 3 महीने में ये पायलट प्रोजेक्ट सेट हो गए लगभग. इसके बाद पूरे देश में इस योजना की शुरुआत करेंगे. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സന്ദർശിക്കും. അടുത്ത വർഷം ജനുവരി 13 ഔദ്യോഗികമായി ആരംഭിക്കുന്ന മഹാകുംഭമേളയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. മഹാകുംഭമേളയോടനുബന്ധിച്ച് പൂർത്തിയായ 5,500 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇതിൽ വിവിധ റെയിൽ, റോഡ് പദ്ധതികളും പാലങ്ങളും സ്നാനഘട്ടങ്ങളും ഉൾപ്പെടുന്നു. ത്രിവേണി സംഗമം, അക്ഷയ്വദ്, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആരാധന നടത്തുന്ന പ്രധാനമന്ത്രി ഗംഗാ ആരതിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് കിരീടം. ചൈനയുടെ ഡിങ് ലിറനുമായുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിലാണ് ഗുകേഷിന്റെ നേട്ടം. ഡി ഗുകേഷ് 7.5 പോയിന്റ് നേടിയതോടെയാണ് ചാമ്പ്യനായത്. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്ന നേട്ടവും 18-കാരനായ ഗുകേഷിനാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ SC ഒഡീഷ FCയെ നേരിടുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. ആഴക്കടൽ എണ്ണ പരിവേഷണത്തിന്റെ ഭാഗമായി കമ്പനി പ്രതിനിധി സംഘം കൊല്ലം തുറമുഖം സന്ദർശിച്ചു. എണ്ണക്കിണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൊല്ലം പോർട്ട് ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യത സംഘം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഇന്ധനവാതക സാന്നിധ്യം പ്രതീക്ഷിച്ചാണ് പര്യവേഷണം. തീരത്ത് നിന്ന് 48 കിലോമീറ്ററോളം അകലെയാകും ഇന്ധന പരിവേഷണം നടത്തുക. പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം, താൽക്കാലിക ഓഫീസ്, ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് സംവിധാനം എന്നിവ കൊല്ലം തുറമുഖത്ത് സജ്ജമാക്കും. എണ്ണ പരിവേഷണത്തിന് UK ആസ്ഥാനമായ കമ്പനിയുമായാണ് പെട്രോളിയം മന്ത്രാലയം ധാരണയായിട്ടുള്ളത്. ഈ കമ്പനിയിൽ നിന്നും എണ്ണക്കിണർ സ്ഥാപിക്കാനുള്ള ഉപകരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധികളാണ് കൊല്ലം തുറമുഖം സന്ദർശിച്ചത്. 2025 ഓഗസ്റ്റിൽ കപ്പലുകളും റിഗുകളും എത്തിച്ച് ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി സന്തുലിതവും സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. യൂറോപ്യൻ കമ്മീഷൻ പ്രതിനിധി സംഘത്തിലെ അംബാസഡർമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ശ്രീ ഗോയൽ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള മികച്ച സഹകരണം, വർദ്ധിച്ചുവരുന്ന വ്യാപാര ബന്ധം കൂടി കണക്കിലെടുത്താണ് ചർച്ചകൾ മുന്നോട്ട് നയിക്കുന്നത്. പാലക്കാട് കല്ലടിക്കോടിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥികൾ മരിച്ചു. ഒരു കുട്ടിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ശബാന ആസ്മി മുഖ്യാതിഥിയായിരിക്കും. ലോക ആയുർവേദ കോൺഗ്രസ്, ആയുർവേദ എക്സ്പോ എന്നിവയ്ക്ക് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടക്കമായി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ചികിത്സയിൽ ഗവേഷണം, വികസനം, പുതിയ കണ്ടെത്തലുകൾ എന്നിവയ്ക്ക് സമ്മേളനം സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ആയുർവേദം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1.27 ലക്ഷം മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ നിർമ്മാണത്തിലാണെന്ന് ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക് ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകി. 14,000 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതികളും 7,300 മെഗാവാട്ടിന്റെ ആണവോർജ്ജ പദ്ധതികളും നിർമ്മാണ ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് ദൌത്യം നഗരങ്ങളിൽ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ജൽശക്തി സഹമന്ത്രി വി സോമണ്ണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആവശ്യത്തിന് അനുസൃതമായി പൊതു സ്വകാര്യ ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നതിനും കേന്ദ്രം പണം നൽകുന്നുണ്ട്. വീടുകൾ തോറും മാലിന്യം ശേഖരിക്കുന്നതിനും ഉറവിടങ്ങളിൽ മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കുന്നതിനും കേന്ദ്രം പണം നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ആഗോളമായുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യയിലെ ഉരുക്ക് വ്യവസായ മേഖലയുടെ പങ്ക് 7%ആണെന്ന് കേന്ദ്രമന്ത്രി SD കുമാരസ്വാമി. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലും അതിനനുസൃതമായി അവ അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതുമായ നെറ്റ് സീറോ ലക്ഷ്യം 2070 കൈവരിക്കാൻ പദ്ധതി മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ വാക്പോരിനെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സന്ദർശിക്കും. മഹാകുംഭമേളയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് കിരീടം. പാലക്കാട് കല്ലടിക്കോടിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 മരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. യൂറോപ്യൻ യൂണിയനുമായി സന്തുലിതവും സമഗ്രവും പരസ്പരം പ്രയോജനകരവുമായ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.